The third classification of PERKs are PERK taxable for specified employees only. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും ടാക്സിബിൾ ആവില്ല, സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം ടാക്സിബിൾ ആവണത്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ഹാവ് ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സ്പെസിഫൈഡ് എംപ്ലോയി. എ സ്പെസിഫൈഡ് എംപ്ലോയി ഈസ് ദാറ്റ് പേഴ്സൺ ഹു ഈസ് എയ്തർ എ ഡയറക്ടർ ഓഫ് ദ കമ്പനി or hold substantial interest in the company, that is at least 20% of the voting right shares of the company, or his monetary salary income exceeds rupees 50,000 in the previous year, and the monetary salary equal to gross salary less deduction under section 16. നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഒരു സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അയാൾ ആരായിരിക്കണം, ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയറിൻ്റെ 20% കയ്യിൽ വെച്ചേക്കുന്ന ആളായിരിക്കണം. അതും അല്ലെങ്കിൽ അയാളുടെ ഗ്രോസ് സാലറി, ഒരു വർഷത്തെ സാലറി എടുക്കുമ്പോൾ അത് 50,000 രൂപയേക്കാൾ കൂടിയിരിക്കണം. സാലറി എന്ന് പറഞ്ഞാൽ ഗ്രോസ് സാലറി ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ടാക്സബിൾ ആയിട്ടുള്ള പെർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും 4 മാർക്കിന് സെപ്പറേറ്റ്ലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മോട്ടോർ കാർ. എന്താ മോട്ടോർ കാർ എന്ന് പറഞ്ഞാൽ, ഇഫ് ദ എംപ്ലോയർ പ്രൊവൈഡ്സ് മോട്ടോർ കാർ ടു ദി എംപ്ലോയി, അത് ആ എംപ്ലോയി മോട്ടോർ കാറിൻ്റെ ഫെസിലിറ്റി കംപ്ലീറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ എൻജോയ് ചെയ്യുന്നതിന് അയാൾക്ക് വരുന്ന പെർക്ക് ടാക്സബിലിറ്റി എത്രയാണെന്നാണ് നമ്മൾ നോക്കണേ. അപ്പോൾ അത് ഒരൊറ്റയടിക്ക് പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആണ്. കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് മോട്ടോർ കാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ മിസ് 4 സ്റ്റേജസ് ആയിട്ട് കേസുകളായിട്ടാണ് പഠിപ്പിക്കണേ. നല്ലോണം പഠിച്ചേക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മോട്ടോർ കാർ ആൻഡ് എനി അതർ ഓട്ടോമൊബൈൽ കൺവെയൻസ്, അതാണ് ഇവിടെ പഠിക്കണേ. ദ ടാക്സബിൾ വാല്യൂ ഓഫ് ദ പെർക്ക്. ഹിയർ മോട്ടോർ കാറിന് നമുക്ക് എനി അതർ ഓട്ടോമൊബൈൽ കൺവെയൻസ് ആവാം. അതിൻ്റെ ഇത് പറയണത് ടാക്സബിൾ വാല്യൂ ഓഫ് ദ പെർക്ക് ക്യാൻ be calculated as follows. Case 1. Motor car is owned or hired by the employee. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക. മോട്ടോർ കാർ ഈസ് ഓൺഡ് ഓർ ഹയേർഡ് ബൈ ദ എംപ്ലോയർ and its running and maintenance expense are met or reimbursed by the employer. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേസ് 1. കേസ് 1 എന്ന് പറയുന്ന കേസ് ഏതാണെന്ന് നോക്കി. കാർ ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയർ, അതായത് എംപ്ലോയറുടെ കാറ് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കണു. അതിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്നതും ബാക്കി എക്സ്പെൻസുകളൊക്കെ നടത്തുന്നത് ആര് തന്നെ, എംപ്ലോയർ തന്നെ. അപ്പോൾ ആലോചിച്ചാൽ മതി, എംപ്ലോയറുടെ കാറ് എംപ്ലോയർ തന്നെ എക്സ്പെൻസുകൾ നടത്തണു, എന്നിട്ട് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കണു. അപ്പോൾ കംപ്ലീറ്റ് പെർക്കാണ് നമ്മുടെ എംപ്ലോയിക്ക് കിട്ടുന്നത് അല്ലേ. ആൾക്ക് കയ്യിൽ നിന്ന് ഒറ്റ പൈസ വരണില്ല. അപ്പോൾ എങ്ങനെയാണ് ടാക്സബിലിറ്റി വരിക എന്ന് നോക്കാം. അതിലൊന്നാമത് പറയണത് കാർ ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. എന്താ ഒഫീഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകാനും വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരാനും മാത്രമേ അങ്ങേര് കാർ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ദ ടാക്സബിൾ വാല്യൂ ഓഫ് ദ പെർക്ക് ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഒരൊറ്റ എമൗണ്ട് ഇൻകം ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, കാർ ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ പേഴ്സണൽ, പ്രൈവറ്റ് ഓർ ഫാമിലി പർപ്പസ് ഓഫ് ദ എംപ്ലോയി. ഇനി വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെങ്കിൽ, അതായത് ഫാമിലി പർപ്പസിന് മാത്രമേ ആ കാർ ഉപയോഗിക്കണുള്ളൂ എങ്കിൽ ടാക്സബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കി. ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓഫ് കോസ്റ്റ് ഓഫ് കാർ പ്ലസ് സാലറി ഓഫ് ചോഫർ. ചോഫർ മീൻസ് ഡ്രൈവർ. ആ കാറിൻ്റെ ഡ്രൈവറെ എംപ്ലോയർ അപ്പോയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി. ഇത് മൂന്നും ആർക്ക് ടാക്സബിൾ ആവും? എംപ്ലോയിക്ക് ടാക്സബിൾ ആവും. ഏതൊക്കെയാണ് വരിക? ഒന്ന്, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി എംപ്ലോയർ എക്സ്പെൻസ് വരുത്തുന്ന എമൗണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ, എംപ്ലോയറുടെ കാറല്ലേ നമ്മൾ ഉപയോഗിക്കണേ, അപ്പോൾ അതിൻ്റെ ഒരു 10% ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ ആ വാല്യൂ വരും. അതുകൂടാതെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി എത്രയാണോ കൊടുക്കണേ അതും വരും. ഇത് മൂന്നും കൂടെ എംപ്ലോയിക്ക് ടാക്സബിൾ ആവും. ലെസ് എനി എമൗണ്ട് ചാർജ്ഡ് ഫ്രം ദി എംപ്ലോയി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയെങ്കിലും ഒരു എമൗണ്ട് മോട്ടോർ കാറിന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുക. ബാക്കിയുള്ളതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. ഇനി മൂന്നാമത്തെ കേസ്,
കാർ ഈസ് യൂസ്ഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിലേക്ക് വരാൻ ഉപയോഗിക്കും, ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകാൻ ഉപയോഗിക്കും, വീട്ടിൽ ചെന്നാൽ ഫാമിലീനെയും കൊണ്ട് കറങ്ങാൻ പോകാനും അതേ കാർ ഉപയോഗിക്കും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് എന്നും പറയാൻ പറ്റില്ല, ഫുള്ളി പ്രൈവറ്റ് പർപ്പസ് എന്നും പറയാൻ പറ്റില്ല. ഈ കേസിൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി വരണേന്ന് നോക്കാം. where the cubic capacity cc of the engine does not exceed 1.6 ലിറ്റർ. 1600 cc എന്ന് പറയില്ലേ നമ്മൾ, 1.6 ലിറ്റർ cc ക്യൂബിക് കപ്പാസിറ്റിനേക്കാൾ കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ കാറാണെങ്കിൽ ₹1800 പെർ മന്ത് വിൽ ബി ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. അവിടെ നമുക്കൊരു ഫിക്സഡ് ചാർജാണ്, അല്ലാതെ നമുക്ക് ഇത്ര രൂപ അത്ര രൂപ എന്നൊന്നുമില്ല. ഒരു മാസം 1800 രൂപയാണ് അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട്. എങ്ങനെയാണെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ. ഇനി അതൊരു ബിഗ് കാറാണെങ്കിലോ, വേർ ദ ക്യൂബിക് കപ്പാസിറ്റി എക്സീഡ്സ് 1.6 ലിറ്റർ ബിഗ് കാർ ദെൻ 2400 പെർ മന്ത്. അത് പഠിച്ചാൽ മതി. അപ്പോൾ പ്രോബ്ലത്തിൽ തന്നെ തരും കാറിൻ്റെ CC ഒക്കെ. അപ്പോൾ നമുക്ക് ചെറിയ കാറാണെങ്കിൽ 1800, വലിയ കാറാണെങ്കിൽ 2400 പെർ മന്ത് കേട്ടോ. ഈസ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. ഇനി ഡ്രൈവർ ഉണ്ടെങ്കിലോ, ആ ഡ്രൈവറുടെ സാലറി എന്നുള്ള പേരിൽ 900 പെർ മന്ത്. അതും ഫിക്സഡ് ആണ്, നേരത്തെ പോലെ ആക്ച്വൽ എക്സ്പെൻസ് ഒന്നുമല്ല. 900 പെർ മന്ത് വിൽ ബി ടാക്സബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരുന്നു? കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ ദി എംപ്ലോയർ തന്നെ. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, പ്രൈവറ്റ് പർപ്പസിനാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. ആ ഫുള്ളി ടാക്സബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്സ്പെൻസ് വരും, ആക്ച്വൽ എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയർ വരും, കാറിൻ്റെ കോസ്റ്റിൻ്റെ 10% ഡിപ്രീസിയേഷൻ എന്നുള്ള പേരിൽ വരും, പിന്നെ ഡ്രൈവറുടെ സാലറിയും വരും. അതിൽ നിന്ന് എത്രയെങ്കിലും എമൗണ്ട് എംപ്ലോയി കൊടുക്കണമെങ്കിൽ എല്ലാത്തിൽ നിന്നും ടാക്സബിൾ വാല്യൂന്ന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കളയാം കേട്ടോ. ഇനി പാർട്ടിലി പ്രൈവറ്റും പാർട്ടിലി ഒഫീഷ്യലാണെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ 1800 പെർ മന്ത് ടാക്സബിൾ ആക്കുക, ബിഗ് കാറാണെങ്കിൽ 2400 പെർ മന്ത് ടാക്സബിൾ ആക്കുക, ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് ടാക്സബിൾ ആക്കുക. ഈ ഒരു ഫസ്റ്റ് കേസ് നന്നായി പഠിച്ചാലേ നമുക്ക് സെക്കൻഡ് കേസ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സെക്കൻഡ് കേസ്, മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ. കാർ ആരുടെയാണ്? എംപ്ലോയറുടെ. ബട്ട് ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് മെറ്റ് ബൈ ദി എംപ്ലോയി. കാർ എംപ്ലോയറുടെയാണ്, പക്ഷേ എക്സ്പെൻസ് മെറ്റ് ചെയ്യണത് എംപ്ലോയി തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴുള്ള ടാക്സബിലിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, കാർ ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. എന്തായിരിക്കും? കാർ ഓഫീസ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കണുള്ളൂവെങ്കിൽ ടാക്സബിലിറ്റി നിൽ, അയാൾക്ക് ഒരു പെർക്കും കിട്ടുന്നില്ല, അപ്പോൾ ടാക്സബിലിറ്റി നില്ലാണ്. 2, കാർ ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ്. എംപ്ലോയിയുടെ പ്രൈവറ്റ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കണുള്ളൂ എങ്കിൽ അവിടെ ടാക്സബിലിറ്റി എന്താ വരിക നോക്കി. ആദ്യത്തെ കേസിൽ എംപ്ലോയറുടെ എക്സ്പെൻസ് ടാക്സബിളാക്കി, 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, ഡ്രൈവറുടെ സാലറിയും ചാർജ് ചെയ്തു അല്ലേ. ഇവിടെ പക്ഷെ നമ്മൾ പറഞ്ഞേക്കണത് എന്താ? കാർ എംപ്ലോയറുടെയാണ്, പക്ഷേ എക്സ്പെൻസ് കംപ്ലീറ്റ് മീറ്റ് ചെയ്യണത് എംപ്ലോയിയാണ്. അപ്പോൾ എംപ്ലോയി മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസിന് പിന്നെ ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കാറിൻ്റെ ഉടമസ്ഥനുള്ള ഒരു ഡിപ്രീസിയേഷൻ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യണ്ടൂ. എത്ര വരും? 10% ഓഫ് കോസ്റ്റ് ഓഫ് കാർ ആസ് ഡിപ്രീസിയേഷൻ. അത് മാത്രമേ എംപ്ലോയി ടാക്സ് കൊടുക്കണ്ടൂ. കാരണം ഡ്രൈവറുടെ സാലറി കൊടുക്കുന്നത് എംപ്ലോയിയാണ്, പെട്രോൾ അടിക്കുന്നത് എംപ്ലോയിയാണ്, റിപ്പയർ മെയിൻ്റനൻസ് വരണമെങ്കിൽ അത് മീറ്റ് ചെയ്യണതും എംപ്ലോയി തന്നെയാണ്. അപ്പോൾ ഓൺലി 10% ഓഫ് കോസ്റ്റ് ഓഫ് കാർ ഈസ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. ഇനി മൂന്നാമത്തെ, കാർ ഈസ് പാർട്ടിലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ടിലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ്. അങ്ങനെ വരുമ്പോഴോ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത്, എമൗണ്ട് കുറവ് മതി കാരണം എക്സ്പെൻസ് മീറ്റ് ചെയ്യണത് എംപ്ലോയി ആണ്. അപ്പോൾ സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത്, ബിഗ് കാർ ആണെങ്കിൽ 900 പെർ മന്ത്. എത്ര വരും? സ്മോൾ കാറിന് നമ്മളുടെ വലിയ ആദ്യത്തെ കേസിൽ സ്മോൾ കാറിന് എത്രയായിരുന്നു? 1800ഉം ബിഗ് കാറിന് 2400 ആയിരുന്നു. പക്ഷേ ഈ കേസിൽ സെക്കൻഡ് കേസിൽ സ്മോൾ കാറാണെങ്കിൽ 600ഉം ബിഗ് കാറാണെങ്കിൽ 900ഉം, അത് കൂടാതെ പ്ലസ് ഡ്രൈവറുടെ സാലറി ആയിട്ട് ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി എന്നുള്ള പേരിൽ ഒരു 900 കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അത് നമ്മളാണ് അടയ്ക്കുന്നതെങ്കിൽ വേണ്ട കേട്ടോ.
അല്ലാത്ത കേസിൽ 900 ഡ്രൈവറുടെ സാലറി ആഡ് ചെയ്യുക. നോർമൽ കേസിൽ നമ്മൾ എംപ്ലോയി തന്നെ അടയ്ക്കണമെങ്കിൽ അത് ആഡ് ചെയ്യണ്ട. ഇനി കേസ് 3. ഇപ്പം ഇത്രയും ക്ലിയർ ആയി. നെക്സ്റ്റ് ഈസ് ദ കേസ് 3. കേസ് 3, മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയി ബട്ട് ഇറ്റ്സ് എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ദി എംപ്ലോയർ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി തേർഡ് കേസ് അല്ലേ. എന്താ പറയണേ, കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയിയാണ്, എംപ്ലോയിയുടെ സ്വന്തം കാറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കണേ. പക്ഷേ അതിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസും ഡ്രൈവറുടെ സാലറിയും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. അപ്പോൾ ടാക്സിബിലിറ്റി എന്താണെന്ന് നോക്കുക. നിങ്ങളിത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, കാർ ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഫുള്ളി എക്സംപ്റ്റഡ്. കാർ ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിവിടെ ഡിപ്രീസിയേഷന് ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എംപ്ലോയറുടെ കാറാണെങ്കിലാണ് അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കാറ്. ഇവിടെ കാർ ആരുടെയാണ്? എംപ്ലോയിയുടെ തന്നെയാണ്. അതുകൊണ്ട് ആ എമൗണ്ട് വേണ്ട. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ആക്ച്വൽ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് സാലറി ഓഫ് ചോഫർ അഥവാ ഡ്രൈവർ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ടാക്സബിൾ വാല്യൂ വരുള്ളൂ. സാലറി ഓഫ് ഡ്രൈവറും ആക്ച്വൽ എക്സ്പെൻസസ് മെറ്റ് ബൈ ദി എംപ്ലോയറും. ഓക്കെ. ഇനി തേർഡ് വൺ, കാർ ഈസ് പാർട്ടിലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ, പാർട്ടിലി ഫോർ ഏതാണ്? പാർട്ടിലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ടിലി ഫോർ പ്രൈവറ്റ്. അങ്ങനെ വരുമ്പോൾ സ്മോൾ കാർ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിൽ വണ്ടിയുടെ എംപ്ലോയറുടെ വണ്ടി എംപ്ലോയറിന് എക്സ്പെൻസ് വരുത്തുമ്പോൾ നമ്മൾ 1800 എന്നല്ലേ പറഞ്ഞേ? വലിയ കാറാണെങ്കിൽ 2400 എന്നല്ലേ പറഞ്ഞേ? ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? എംപ്ലോയിയുടെ കാറല്ലേ എംപ്ലോയി ഉപയോഗിക്കണേ, എക്സ്പെൻസ് മാത്രമേ എംപ്ലോയർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടാക്സബിലിറ്റി സ്മോൾ കാറാണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് മൈനസ് 1800 നമ്മൾ നേരത്തെ കണ്ടത്. ബിഗ് കാറാണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് മൈനസ് 2400. അതിൻ്റെ കൂടെ ഡ്രൈവറുടെ സാലറി ഉണ്ടെങ്കിൽ അതിൻ്റെ 900 കൂടെ മൈനസ് ചെയ്ത് കളയണം. അതായത് ഇപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസിൽ നിന്ന് 1800 പ്ലസ് 900 അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. ബിഗ് കാറാണെങ്കിലോ 2000 ആക്ച്വൽ എക്സ്പെൻസസ് മൈനസ് 2400 പ്ലസ് 900 ആ മൈനസ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. ഏത് കേസിൽ? കാർ ഓൺഡ് ബൈ എംപ്ലോയി, എക്സ്പെൻസസ് മെയ്റ്റ് ബൈ ദി എംപ്ലോയർ. ക്ലിയർ? നല്ലോണം പഠിച്ചേക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സോ കൺഫ്യൂസിങ്ങും ആണിത്. നല്ലോണം മനസ്സിരുത്തി പഠിക്കുക. ഇനി ഫോർത്ത് കേസ്, കേസ് 4, കാർ ഓൺഡ് ബൈ, ഇനിയിപ്പോൾ ഉള്ളത് ആകെയുള്ള ബാക്കിയുള്ളത് ഏതാ? കാർ ഓൺഡ് ബൈ ദി എംപ്ലോയി, എക്സ്പെൻസസ് മെറ്റ് ബൈ ദി എംപ്ലോയി. കാർ ആരുടെയാണ്? എംപ്ലോയിയുടെ. എക്സ്പെൻസ് മീറ്റ് ചെയ്യണത് ആരാ? എംപ്ലോയി. ഈ കേസിൽ എന്തെങ്കിലും പെർക്ക് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നോ ടാക്സബിൾ. ദർ ഈസ് നോ പെർക്ക്, ഹെൻസ് നോട്ട് ടാക്സബിൾ. എൻ്റെ കാറ് ഞാൻ തന്നെ പെട്രോൾ അടിച്ച് ഉപയോഗിക്കണോ, അതിന് എനിക്ക് എന്തെങ്കിലും പെർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പെർക്ക് കിട്ടുന്ന കേസിലാണ് ടാക്സബിലിറ്റി വരുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഞാനൊന്നും ടാക്സ് കൊടുക്കണ്ട. മനസ്സിലായോ? അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ടാക്സബിൾ ആവുന്ന ഫസ്റ്റ് ഐറ്റം ആയിരുന്നു മോട്ടോർ കാറ്. ഇത് മാത്രം 4 മാർക്കിന് യൂണിവേഴ്സിറ്റി ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീ ഡൊമസ്റ്റിക് സെർവൻസ്. ഫ്രീ ഡൊമസ്റ്റിക് സെർവൻസിനെ നമ്മളെവിടെ കണ്ടു? ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസിലും കണ്ടു അല്ലേ? അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ എംപ്ലോയീസിനെ സ്വീപ്പർ, ഗാർഡനർ, കുക്ക് ഒക്കെ എൻ്റെ വീട്ടിലുള്ള ഇവരെ അപ്പോയിൻ്റ് ചെയ്യണത് ഞാൻ തന്നെയാണ്. എന്നിട്ട് അവരുടെ സാലറി അപ്പോൾ എൻ്റെ പേരിലല്ലേ ഡ്യൂ ആവുക. പക്ഷേ എനിക്ക് വേണ്ടി അത് അടയ്ക്കണത് ആരാണ്? എംപ്ലോയറാണ്. ഇവിടുത്തെ കേസ് അതല്ല. എൻ്റെ വീട്ടിലെ ഗാർഡനറിനെയും കുക്കിനെയും പിന്നെന്താ എംപ്ലോയീസിനെയും ഒക്കെ എനിക്ക് വേണ്ടി ആരടച്ചു തരണു? എംപ്ലോയർ അടച്ചു തരണു. അപ്പോൾ ഇൻ കേസ് ദ എംപ്ലോയർ ഹാസ് പ്രൊവൈഡഡ് ദ ഫ്രീ സർവീസസ് ഓഫ് എ സ്വീപ്പർ, വാച്ച്മാൻ ആൻഡ് എ കുക്ക് ഓർ എ ഗാർഡനർ, the taxable value of the perk shall be the actual cost to the employer like salary. അപ്പോൾ അവരുടെ എംപ്ലോയി എത്രയാണോ സാലറി കൊടുക്കണേ, എംപ്ലോയർ എത്രയാണോ അവർക്ക് സാലറി കൊടുക്കണേ അതാണ് എംപ്ലോയിക്ക് ടാക്സബിൾ ആവുക. അടുത്തത് ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടു, എംപ്ലോയിയുടെ വീട്ടിൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എംപ്ലോയർ അടയ്ക്കുമ്പോൾ എംപ്ലോയിക്ക് ടാക്സബിൾ ആവുന്നല്ലേ. ഇവിടെ പറയണത് എംപ്ലോയിയുടെ വീട്ടിലേക്കുള്ള ഗ്യാസ് കണക്ഷൻ
അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ സപ്ലൈ, ഇതൊക്കെ എംപ്ലോയറാണ് എടുത്തു കൊടുക്കണേ. അപ്പോൾ ബില്ല് വരുന്നതും എംപ്ലോയറുടെ പേരിൽ തന്നെ, അത് അടയ്ക്കണതും എംപ്ലോയർ തന്നെ. അപ്പോൾ അങ്ങനെ എംപ്ലോയിയുടെ പേരിലുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ, ടാക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് എംപ്ലോയറാണ് അടയ്ക്കണമെങ്കിൽ അതിൻ്റെ ആർക്ക് ടാക്സിബിൾ ആവും? എംപ്ലോയിക്ക്. ഇപ്പോൾ ഇവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറാണ് ഈ വാട്ടർ സപ്ലൈ കണക്ഷൻസ് ഒക്കെ എടുത്തു കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ബില്ല് അടയ്ക്കണതും എംപ്ലോയർ തന്നെ. സോ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സിബിൾ ടു ദി സ്പെസിഫൈഡ് എംപ്ലോയി. 4 ഫ്രീ എഡ്യൂക്കേഷൻ ടു എംപ്ലോയി ചിൽഡ്രൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ എംപ്ലോയിയുടെ മക്കളെ സ്കൂളിൽ കൊണ്ട് ചേർക്കണത് എംപ്ലോയി, ആ ബില്ല് വരണതും എംപ്ലോയിയുടെ പേരിൽ, പക്ഷെ ബില്ല് അടയ്ക്കണത് എംപ്ലോയർ. ബട്ട് ഇൻ ദിസ് കേസ് എംപ്ലോയർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് തന്നെ എംപ്ലോയറാണ്, അതിൻ്റെ ഫീസ് മൊത്തം അടയ്ക്കണതും എംപ്ലോയർ. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സിബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയി. 5 പെർക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ട്രാവലിംഗ്, ടൂറിങ് ആൻഡ് അക്കോമഡേഷൻ. എംപ്ലോയർ സ്പെൻഡ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയിക്കും അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും, ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ കൂടെ വേണ്ടിയിട്ട് ടൂർ പോകാനുള്ള ഫുൾ എമൗണ്ട് എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ, employer spending money to provide these amenities to the employee, actual cost incurred by the employer is fully taxable to the specified employee. അടുത്തത് 6 food and beverage facility. If the employer provides free food and non-alcoholic beverages to an employee, the amount of expenditure is fully taxable to the specified employee. Non-alcoholic beveragesഉം പിന്നെ ഫുഡൊക്കെ എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എംപ്ലോയിക്ക് ഫുള്ളി ടാക്സിബിൾ ആയിരിക്കും. അടുത്തത് ഗിഫ്റ്റ് വൗച്ചർ ഓർ ടോക്കൺ. ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്ത് കൈൻഡും ആയിക്കോട്ടെ, എന്ത് രീതിയിലുള്ള ആയിക്കോട്ടെ, എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടിയാൽ അത് അഗ്രഗേറ്റ് എമൗണ്ട് 5,000 വരെയാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. പക്ഷെ 5,000-നേക്കാൾ എബവ് ഉള്ള ഒരു എമൗണ്ട് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടിയ എംപ്ലോയർക്ക് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, ഇനി 8th പോയിന്റ്, ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എംപ്ലോയിക്ക് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ടാക്സിബിൾ വാല്യൂ ഓഫ് ദ പെർക്ക് ഷാൾ ബി ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ എംപ്ലോയർ ടു പ്രൊവൈഡ് ദിസ് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ടു ദ എംപ്ലോയി ഓർ എനി അതർ മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്. എത്ര രൂപയാണോ അതിൻ്റെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് വരുന്നത്, ആ എമൗണ്ടാണ് ടാക്സിബിൾ വാല്യൂ ആവുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ക്ലബ് ഫെസിലിറ്റി. If an employee or any other member of his household enjoys facilities, provide a club and the expenditure for the same is met by the employee. നമ്മുടെ എംപ്ലോയി ഒരു ക്ലബിലെ മെമ്പറാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഒരു ക്ലബിലെ മെമ്പറാണ്. ആ ക്ലബ്ബ് ഫീസും സബ്സ്ക്രിപ്ഷനും അതിൻ്റെ എല്ലാ എക്സ്പെൻസും എംപ്ലോയറാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ടും സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ടാക്സിബിൾ ആണ്. അപ്പോൾ എളുപ്പമാണ്, നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റുകൾ തന്നെയാണ്. ഫ്രീ ഡൊമസ്റ്റിക് സെർവൻറ്റ്, ഫ്രീ ഗ്യാസ് കണക്ഷൻ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി,